ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തലയ്ക്കോളം എന്ത് വന്നിരിക്കുകയാണെന്ന്. കാരണം എന്താ വെച്ചാൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ചോദ്യം തിരിച്ചു ചോദിക്കാത്തത്? സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി, കേരളം കോടതി ഒരു വിധിയും പറഞ്ഞില്ല, കേന്ദ്രമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ വാലും മടക്കി ഇങ്ങോട്ട് വന്നു. ആദ്യം 56,000 കോടി തരാനുണ്ടെന്ന് പറഞ്ഞു, പിന്നെ അത് മാറ്റി 4,000 ആക്കി. ഇപ്പോൾ കാശെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുടിശ്ശികയും കേന്ദ്രത്തിൻ്റെ ഇല്ല. ധനകാര്യമന്ത്രി ആവർത്തിച്ച് തിരുവനന്തപുരത്ത് തന്നെ, നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട്, പാർലമെൻറ്റിൽ പറഞ്ഞത് നിങ്ങൾ ഗൗനിക്കാത്തത് കൊണ്ട് നിങ്ങളെ മുമ്പിൽ തന്നെ വന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. ഒരു മറുപടിയും ബാലഗോപാലിനില്ല. പിന്നെ മത്സരിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ ബാലഗോപാൽ ആരാണ്? കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ കഷ്ടത്തിലാക്കിയിട്ട് മന്ത്രിയായിരിക്കാൻ അയാൾക്ക് അവകാശമുണ്ടെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വന്നല്ലോ, എന്തിനു റെഡിയല്ലേ? അല്ലെന്ന് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? നിങ്ങൾ സംസാരിക്കുന്നത് എന്താ സംസാരിക്കാനുള്ളത്? ഇതെന്ത് കടലാസിൽ എഴുതി കൂടെ 50,000 കോടി തരണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ളതാണോ? കേരളത്തിന് ഒന്നും പറയാനില്ല. കേരളത്തിൻ്റെ വാദങ്ങളെല്ലാം നിരർത്ഥകമായിരുന്നു. കേന്ദ്രത്തിന് ഒരു സംസ്ഥാനത്തെയും പണം പിടിച്ചു വെക്കാനാവില്ല. പണം കൊടുക്കുന്നത് ധനകാര്യ മന്ത്രാലയമല്ല, നീതി ആയോഗവും ഫിനാൻസ് കമ്മീഷനും ചേർന്നുള്ള ഒരു സംവിധാനമാണ്. ഇതെല്ലാം ബാലഗോപാലിന് അറിയാം. പിന്നെ GST എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യപരമായി എടുക്കുന്ന തീരുമാനമല്ല. GSTയിലെ എല്ലാ നടപടികളും, GST വന്നതിന് ശേഷമുള്ള എല്ലാ നടപടികളും യുനാനിമസ് ആയിട്ടാണ് ഇതുവരെ. GSTയുടെ ഒരു യോഗത്തിലെ ഒരു തീരുമാനം പോലും ഏകപക്ഷീയമായി എടുത്ത് ചരിത്രമല്ല. ഇതൊക്കെ അറിയാതെയാണ് ബാലഗോപാൽ സംസാരിക്കുന്നത്. അറിയില്ലെങ്കിൽ തോമസ് ഐസക്കിനോട് ചോദിക്കാൻ പറയുന്നു, ശാസ്ത്രജ്ഞനോട് ചോദിക്കാൻ പറയും. അതെ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ മലയാളികൾ? മലയാളിക്ക് എല്ലാം അറിയാം. ഇലക്ഷൻ വരുമ്പോൾ അവർ പ്രതികരിച്ചോളും. എന്താ സംശയം? NGO യൂണിയൻകാരൊന്നും കാണുന്നില്ല, അവരൊക്കെ എവിടെ പോയി കിടക്കുക? അവരല്ലേ സമരത്തിന് ഇറങ്ങിയ ആൾക്കാരല്ലേ? അതെ, സമരത്തിന് ഇറങ്ങിയ ആൾക്കാരല്ലേ? രാജ്ഭവൻ തടയാൻ പോയവരല്ലേ? ശമ്പളം കിട്ടാത്തല്ലേ? ഇനിയിപ്പോൾ എന്താ എനിക്കറിയില്ല എന്താണ് സംഭവം. അങ്ങനെ ഒരു സംഭവമില്ല. ഏതാണ് പഴയ നേതാവ്? BJP നേതാവാണോ? പഴയെന്ന് പറഞ്ഞാൽ എത്ര കാലത്ത്? അതൊക്കെ ഇവിടുത്തെ ജില്ലാ മണ്ഡലത്തിനോട് ചോദിച്ചാൽ പറയുന്നത്. ഇതെല്ലാം അന്വേഷിക്കുകയല്ലല്ലോ എൻ്റെ ജോലി. ആരെങ്കിലും ഒരാൾ പോസ്റ്റ് ഇടുന്നതാണോ പാർട്ടിയുടെ തീരുമാനം? 10-30 ലക്ഷം അണികളുള്ള ഒരു പാർട്ടിയിൽ ഒരാൾ പോസ്റ്റ് ഇട്ട അണികൾ ആണോന്ന് തന്നെ അറിയില്ല. എന്ത് ന്യായമാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുക.